ചാരുകേശി 26ാമത്തെ മേളകർത്താരാഗമാണ്. സമ്പൂർണ്ണ രാഗമാണ്. 72 മേളകർത്താ പദ്ധതിയിൽ ഭാണചക്രത്തിലെ 2ാമത്തെ രാഗമാണ്. അതായത് പാശ്രീ ഗോ ബു മാഷ എന്നുള്ള 6 കടപയാതി സൂത്രപ്രകാരം ഉള്ള അക്ഷരങ്ങളിൽ ബാണശ്രീ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആരോഹണം അവരോഹണം ഞാൻ പറയാം. സരി ഗ മ പദ നി സ സാ നി ധ പ മ ഗ രി സ. ഷഡ്ജ പഞ്ചമ സ്വരങ്ങൾക്ക് പുറമെ തീവ്ര ഋഷഭം, തീവ്ര ഗാന്ധാരം, കോമള മധ്യമം, കോമള ധൈവതം, കോമള നിഷാദം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരസ്ഥാനങ്ങളാണ്. മൂർച്ഛനാകാരക രാഗമായ ഇതിലെ മധ്യമം, പഞ്ചമം, നിഷാദം എന്നീ സ്വരങ്ങളെ ആധാര ഷഡ്ജമാക്കിക്കൊണ്ട് പാടുന്ന പക്ഷം വഴിക്ക് വഴിയെ ഗൗരി മനോഹരി, നാടകപ്രിയ, വാചസ്പതി എന്നീ രാഗങ്ങൾ ജനിക്കും. ഈ രാഗം പ്രധാനമായിട്ട് കരുണരസത്തെ ഉളവാക്കുന്ന രാഗമാണ്. ഭക്തിയും ഉളവാക്കുന്നുണ്ട്, ശൃംഗാരവും ഉളവാക്കുന്നുണ്ട്. സരി ഗ മ, അവിടെ ഒരു ഗമകം മാത്രമേ കൊടുക്കാറുള്ളൂ. എന്തെന്ന് വെച്ചാൽ ശങ്കരാഭരണത്തിൽ സരി എന്ന് കൊടുക്കുന്നുണ്ട്, അത്രയും ഗമകം ഇവിടെ കൊടുക്കുവാൻ പാടില്ല. സരി ഗ മ പദ നീ എന്ന് കൊടുത്താൽ അത് തോടി പോലെ ഒരു ഛായ തോന്നിക്കും. ആയതിനാൽ പദ നീ സ ഒരു ഗമകം കൊടുത്ത് മാത്രമേ ഷഡ്ജത്തിലോട്ട് പോകാൻ പാടുള്ളൂ. സാ നീ ധ പ പദ നീ സ സാ നീ ധ പ മ ഗ രി സ പദ നി സ സ ധ പ തദരി ന ന ന ന ന. അവിടെയൊക്കെ കരുണരസമാണ് ഉളവാക്കുന്നത്. സരി ഗ മ ന ര ര ര ര ര തദരി ന ന ന. ഇവിടെയൊക്കെ ഭക്തിരസം ഉണ്ടാകും. ഇങ്ങനെ ഗമകം കൊടുക്കേണ്ടത് ഈ അളവിനാണ് കൊടുക്കേണ്ടത്. ഈ രാഗത്തിൽ പ്രസിദ്ധമായ കൃതികളുണ്ട്. കൃപയാപാലേശ്വരി മഹാരാജ സ്വാതിരുനാൾ കൽപ്പിച്ചുണ്ടാക്കിയത്. ആടമോടിഗലത ത്യാഗരാജസ്വാമികൾ രചിച്ചതാണ്. അതുപോലെ ശക്തി എനക്കുൻ എന്ന ലക്ഷ്മണപിള്ളയുടെ കൃതിയാണ്. ഹരികേശനെല്ലൂർ മുത്തയ്യ ഭാഗവതർ അനീശ്വരം എന്ന് ആരംഭിക്കുന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ രാഗത്തിൽ ധാരാളം കൃതികൾ വാഗ്ഗേയകാരന്മാർ രചിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വയലിനിൽ വായിച്ച് ഇതിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരം എങ്ങനെയാണെന്നുള്ളത് വായിക്കാം. ഒരു ദുഃഖകരമായ മധുര സംഗീതമാണ് ചാരുകേശി ഉളവാക്കുന്നത്.